ഇന്ന് നമ്മള് ഖുശിക്ക് ഖുശി എന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഖുശിക്ക് ഖുശി. എന്താ ഖുശിക്ക് ഖുശി പറഞ്ഞാല്? സന്തോഷം തന്നെ സന്തോഷം. എല്ലായിടത്തും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഖുശിക്ക് ഖുശി. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്തുണ്ട്? മത്സ്യമുണ്ട്, തോടുണ്ട്, പിന്നെന്താണ്? പൂച്ച, പിന്നെന്താ അതിൽ കാണുന്നത്? മരം, വീട്, പശു, പശുക്കുട്ടി, പിന്നെ ഇവിടെയും പൂച്ചണ്ട്. പിന്നെന്താണുള്ളത്? മഴ പെയ്യുന്നുണ്ട്, ആനയുണ്ട്, പിന്നെ എന്താ ഒരു കിളിയുണ്ട് അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. തവളയുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്താണ് ഹിന്ദിയിൽ പറയാ? നമുക്കൊന്ന് നോക്കാം. രസമല്ലേ? അവരുടെയൊക്കെ ഹിന്ദി പേര് പഠിക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? അതിനൊക്കെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മച്ചലി എന്നാണ് മത്സ്യത്തിന് പറയുന്നത്. മച്ചലി എന്താണ്? മച്ചലി മത്സ്യം, മച്ചലി മത്സ്യം, മച്ചലി മത്സ്യം. തോടല്ലത്. തോടിന് എന്താ പറയുന്നത്? നാല. നാല തോട്, നാല തോട്, നാല തോട്. ഇത് ബില്ലിയാണ്. ബില്ലി പൂച്ച, ബില്ലി പൂച്ച, ബില്ലി പൂച്ച. പൂച്ചയ്ക്ക് പറയുന്ന പേരെന്താണ്? ബില്ലി. ഇനി നോക്കാം. മരമാണിത് അല്ലേ? മരത്തിന് എന്താ പറയാ? പേട്. പേട് മരം, പേട് മരം, പേട് മരം. ഇതെന്താണ്? വീടാണ് അല്ലേ? വീടിന് എന്താ പറയാ ഹിന്ദിയില്? ഗർ. ഗർ എന്താണ്? ഗർ. ഗർ വീട്, ഗർ വീട്, ഗർ വീട്. ഇനി ഇതെന്താണ്? പശു ആണല്ലേ? പശുവിന് എന്താ പറയാ? ഗായ്. എന്താണ്? ഗായ്. ഗായ് ദൂത് ദേത്താ ഹെ. എന്താ ഗായ് ദൂത് ദേത്താ ഹെ? പശു പാൽ തരുന്നു. അപ്പൊ ഇതെന്താണ്? പശു. പശുവിനെ പറയുന്ന പേരാണ് ഗായ്. ഗായ്. പശുവിനെ എന്താ പറയാ? ഗായ് പശു, ഗായ് പശു, ഗായ് പശു. ഇത് ബച്ചടയാണ്. ബച്ചട, ബച്ചട, ബച്ചട. പശുക്കുട്ടിക്ക് പറയുന്ന പേരെന്താണ്? ബച്ചട. കാളക്കുട്ടി, പശുക്കുട്ടിയൊക്കെ എന്നാണ് ബച്ചട. ഇതെന്താണ്? ഗായ് പശു. പശുവാണ് ഗായ്. ബില്ലി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇതിൽ പറയാത്തത് എന്താണുള്ളത്? പാനി അല്ലേ? പാനി. പാനി ഉണ്ട് ഇവിടെ. ഇത് മഴ പെയ്യാണ്. മഴയ്ക്ക് എന്താ പറയാ? വർഷ. വർഷ എന്നും പറയും. ബാരിഷ് എന്ന് പറഞ്ഞാലും മഴയാണ്. ബാരിഷ് മഴ, ബാരിഷ് മഴ, ബാരിഷ് മഴ. വർഷ മഴ, വർഷ മഴ, വർഷ മഴ. ഇനി ഇതെന്താണ്? ആനയാണ് അല്ലേ? ആനയ്ക്ക് എന്താ ഹിന്ദി പറയാ? ഹാത്തി. ഹാത്തി ആന, ഹാത്തി ആന, ഹാത്തി ആന. ഇനി നമുക്ക് നോക്കാനുള്ളത് ചിടിയ ഉണ്ട് ഇവിടെ. ചിടിയ. ചിടിയ പക്ഷി, ചിടിയ പക്ഷി, ചിടിയ പക്ഷി. ഇനി ഇവിടെ ഒരാളും കൂടെ ഉണ്ടല്ലേ? മേൻടക്. മേൻടക് എന്താണ്? തവള. തവളയ്ക്ക് പറയുന്ന പേരാണ് മേൻടക്. മേൻടക് തവള, മേൻടക് തവള, മേൻടക് തവള. അപ്പൊ അത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാവരുടെ പേരും പഠിച്ചു അല്ലേ? ഇനി എന്താണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് ചിടിയാ കാ ഘർ. ചിടിയാ കാ ഘർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ആലാപ് കരയും. നിങ്ങളോട് നല്ല സുന്ദരമായിട്ട് ആലപിക്കാനാണ് പറഞ്ഞത് ഈ കവിത. ചിടിയ എന്ന് പറഞ്ഞ പക്ഷിയാണെന്നപ്പം നമ്മൾ കുറച്ച് നേരത്തെ നോക്കി. ചിടിയാ കാ ഘർ പക്ഷിക്കൂട്. ചിടിയാ കാ ഘർ എന്താണ്? പക്ഷിക്കൂട്. പക്ഷിക്കൂടിനെയാണ് ചിടിയാ കാ ഘർ എന്ന് പറയുന്നത്. നിരങ്കാർ ദേവ് സേവക്കാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ആരാണ്? നിരങ്കാർ ദേവ് സേവക്. നിരങ്കാർ ദേവ് സേവക്. ചിടിയാ കാ ഘർ. ചിടിയാ കാ ഘർ. ചിടിയാ കാ ഘർ. ഓക്കെ. ഇനി നോക്കാം. चिड़िया लिए चोंच में तिनका,
ചലി ബനാനെ ഗർ. പക്ഷികളൊക്കെ എന്ത് വെച്ചിട്ടാണ് കൂടുണ്ടാക്കുക? പക്ഷികളൊക്കെ പുല്ലുകളൊക്കെ വെച്ചിട്ടാണല്ലേ, ചെറിയ നാരുകളും പുല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പക്ഷികള് കൂട് ഉണ്ടാക്കുന്നത്. ചിടിയാലിയെ ചോഞ്ച്. ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്. ചോഞ്ച് ചുണ്ട്. ചോഞ്ച് മേ തിനുക്ക. തിനുക്ക പുൽക്കൊടി. തിനുക്ക എന്താണ്? പുൽക്കൊടി. ചിടിയാലിയെ ചോഞ്ച് മേ തിനുക്ക. ചിടിയ ചുണ്ടില് പുൽക്കൊടിയുമായിട്ട് ചലി പോയി. എന്തിനാണ്? ബനാനെ ഗർ. ഗർ ബനാനെ കേലിയെ. ഗർ ബനാന വീട് നിർമ്മിക്കുക. വീട് നിർമ്മിക്കാനുള്ള പുൽക്കൊടിയും ചുണ്ടിലെടുത്തോണ്ട് ആര് പോവുകയാണ്? ചിടിയ പക്ഷി പോകുന്നു. കോൻ രഹേഗ. കോൻ രഹേഗ ഉസ് ഗർ കെ അന്തർ. കോൻ രഹേഗ. കോൻ എന്ന് പറഞ്ഞ ആര്. രഹേഗ താമസിക്കും. കോൻ രഹേഗ ആര് താമസിക്കും. കോൻ രഹേഗ ആര് താമസിക്കും. ഉസ് ഗർ കെ അന്തർ ആ വീടിന്റെ അകത്ത്. അന്തർ അകത്ത്, ഉള്ളിൽ. ആ വീടിന്റെ ഉള്ളില് ആര് താമസിക്കും. ഉസ് ഗർ കെ അന്തർ. കോൻ രഹേഗ. കോൻ രഹേഗ ആര് താമസിക്കും. ആര് താമസിക്കും. ഉസ് ഗർ കെ അന്തർ ആ വീടിന്റെ ഉള്ളിൽ. ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കെ ഉസ് ഗർ കെ അന്തർ. ചിടിയാക്കെ ചിടിയുടെ പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളുണ്ടാകും. ഉസ് ഗർ കെ അന്തർ ആ വീട്ടിന്റെ ഉള്ളിൽ. ആ വീട്ടിന്റെ ഉള്ളിൽ ആരാണ് താമസിക്കുക? പക്ഷിയുടെ കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങൾ. ദോ ബച്ചേ 2 കുഞ്ഞുങ്ങൾ ആ കൂട്ടിൽ താമസിക്കും. पर निकले तो उड़ जाएंगे फर फर फर. पर निकले तो. पर എന്ന് പറഞ്ഞാൽ പങ്ക്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്. പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകാണ്, ചിറക്. പക്ഷിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിറകുകളൊക്കെ മുളച്ചു വരും. അവര് ചിറകൊക്കെ നല്ല ഭംഗി, തൂവലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാവും. അവര് പറക്കാൻ തുടങ്ങും അല്ലെ. ചിറകുകൾ വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാ? പറക്കാൻ തുടങ്ങും. पर निकले तो ചിറക് മുളച്ചാൽ ഉഡ് ജായേങ്കെ പറന്നു പോകും. ഫർ എന്ന് പറന്ന് അങ്ങോട്ട് പോകും. ചിറക് മുളച്ചു കഴിഞ്ഞാല് അത് ഫർ എന്ന് പറന്ന് പോകും. മനസ്സിലായില്ലേ? ഒന്നും കൂടെ നോക്കാം. चिड़िया लिए चोंच में तिनका चली बनाने घर. कौन रहेगा. कौन रहेगा उस घर के अंदर. चिड़िया के 2 बच्चे होंगे उस घर के अंदर. पर निकले तो उड़ जाएंगे फर फर फर. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. ഇനി ഇതിന്റെ മീനിങ് നമുക്കതിന് നേരെ താഴെ തന്നെ ഉണ്ട്. നേരെ താഴെ അതിന്റെ മീനിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാ മീനിങ്ങും ഉണ്ട്. അത് നോക്കിയിട്ട് തന്നെ എഴുതി പഠിക്കുക. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതി പഠിക്കാം. ഓക്കെ, അപ്പൊ അതിൽ തന്നിരിക്കുന്ന മീനിങ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ്? ചോഞ്ച് ഉണ്ട് അല്ലെ. ചോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചുണ്ട് എന്നാണ് ചോഞ്ച് എന്ന് പറഞ്ഞാല്. തിനുക്ക എന്ന് പറഞ്ഞാൽ പുൽക്കൊടിയാണ്. പിന്നെന്താ നമ്മളതിൽ പഠിച്ചത്? പിന്നീട് എന്ത് പഠിച്ചു? ഇവിടെ ഉണ്ട്. കണ്ടോ മീനിങ്? ഇതാ കണ്ടില്ലേ? അതിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ മീനിങ്ങും അതിൽ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം. അതാ ചിടിയാക്ക ഗർ. കണ്ടോ? ചിടിയാക്ക ഗർ. പക്ഷിക്കൂട്. പക്ഷിക്കൂട് കണ്ടില്ലേ? അപ്പൊ നോക്കാം നമുക്ക് ഇതിലുള്ള എല്ലാ മീനിങ്ങും. കണ്ടോ? ഗർ വീട്, ചിടിയ ചിടിയാക്ക ഗർ. ചിടിയാക്ക ഗർ എന്താണ്? ചിടിയാക്ക ഗർ പക്ഷിക്കൂട്. ലിയെ എടുത്തുകൊണ്ട്, ചോഞ്ച് ചുണ്ട്, തിനുക്ക പുൽക്കൊടി, ചലി പോയി, ബനാനെ ഗർ വീടുണ്ടാക്കാൻ, കോൻ രഹേഗ ആര് വസിക്കും,
ഉസ് ഘർ കെ അന്തർ ആ വീടിനുള്ളിൽ ദോ രണ്ട് ബച്ചെ കുഞ്ഞുങ്ങൾ പർ നികലേത്തോ ചിറക് മുളച്ചാൽ ഉഡ് ജായെങ്കെ പറന്നു പോകും. എല്ലാ മീനിങ്ങും കിട്ടിയില്ലേ? എല്ലാ മീനിങ്ങും തന്നെ ഉണ്ട്. ശരിക്കും വായിച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് കിട്ടിയ അത്രയും ഭാഗം നിങ്ങൾ ശരിക്കും വായിച്ച് പഠിക്കാം, മീനിങ് ഒക്കെ പഠിക്കാം. ഓക്കെ.